സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി തീർക്കുന്ന വനിതാ മതിലിൽ മുഖം മൂടി അണിഞ്ഞ പെണ്ണുങ്ങൾ നിൽക്കുക. അത് ചോക്കൂ, ഒരു മുഖം തുറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അതിനുള്ള പരിഷ്കരണം നടക്കാത്ത ഒരു മനസ്സുള്ള ആളുകളാണ് ഇവിടെ എന്തു പറയുന്നത്, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം വേണം. ആ കൂട്ടത്തിൽ ആലോചിച്ചു, നിങ്ങൾ നേരത്തെ പറഞ്ഞ മറുപടി, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം വേണമെന്ന് പറയുന്ന ആളുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നി വിഭാഗത്തിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കൂട്ടുപ്രാർത്ഥനയ്ക്ക് 10,000-കണക്കിന് പള്ളികൾ സുന്നി പള്ളിയിൽ മാത്രമാണ്. അത് പറയില്ല, അത് മിണ്ടൂല. എന്താ കാരണം, വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണ്. അപ്പൊ നിങ്ങൾ ജനാധിപത്യമാണ് പറഞ്ഞതെങ്കിൽ, മതേതരത്താണ് പറഞ്ഞതെങ്കിൽ, ദേശീയതയാണ് പറയുന്നതെങ്കിൽ, സ്ത്രീ പുരുഷ സമത്വം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും മുസ്ലിങ്ങളുടെ ഇടയ്ക്കും ബൗദ്ധന്മാരുടെ ഇടയ്ക്കും ഹിന്ദുക്കളുടെ ഇടയ്ക്കും ഒക്കെ അത് വേണമെന്നാണ് പറയേണ്ടത്. ഹിന്ദുക്കളുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷ സമത്വം വേണം, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വേണ്ട. ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് സ്ത്രീകളുടെ അനന്തരാവകാശം വളരെ അപകടമായിരുന്നല്ലോ. എത്ര സ്വത്തുള്ള അപ്പന്റെ മോളാണെങ്കിലും കല്യാണം കഴിച്ച ക്രിസ്ത്യൻ യുവതിക്ക് അപ്പം മരിച്ചാൽ 5,000 രൂപ കിട്ടുമായിരുന്നുള്ളൂ. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചിട്ട് മേരി റോയ് കോട്ടയത്തെ അവർ കേസ് കൊടുത്തു. ആ കേസിനെ ഇവിടുത്തെ ഏത് പാർട്ടിക്കാരൻ സഹായിച്ചു? ഹൈക്കോടതികൾ മാറി മാറി അവസാനം സുപ്രീം കോടതി ചെന്ന് അവർ ജയിച്ച് രക്ഷയില്ലാതായിട്ടാണ് ആ സാധനം ഇന്ത്യ മുഴുവൻ നടപ്പായത്. കേട്ടോ, അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നത്. സ്ത്രീ പുരുഷ സമത്വം, മനുഷ്യന്റെ അന്തസ്, നീതി, തുല്യത തുടങ്ങിയുള്ള കാര്യങ്ങളായിരുന്നു. അത് ഇവർ ആർക്കും മനസ്സിലായില്ലല്ലോ. ഇവിടുത്തെ UDF LDF അവരെ സഹായിച്ചു, പിന്തുണച്ചു. ഇപ്പോഴാരും മിണ്ടുന്നില്ല അതിനെ പറ്റിയൊന്നും. ഇത് മുസ്ലിമിന്റെ മാത്രം ഇതൊക്കെ പറയാം, മുസ്ലിങ്ങളുടെ ഇടയ്ക്കില്ല അത് പറയാൻ പാടില്ല. അപ്പോൾ ഉടനെ പറയും ഇസ്ലാമോ ഫോബിയ. കാരണം ഇത് പറയാൻ അവര് പറയണ്ട, അവരുടെ അടുത്ത് നിന്ന് ശമ്പളം പറ്റുന്ന, അവരുടെ സമ്മാനം സ്വീകരിക്കുന്ന, അവരുടെ സൗജന്യവും സൽക്കാരവും സ്വീകരിക്കുന്ന എഴുത്തുകാരുണ്ട്, നോവലിസ്റ്റുകളും കഥാകൃത്തുക്കളുണ്ട്, മുൻ നക്സലേറ്റുകളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, സ്ത്രീവാദ പ്രവർത്തകരുണ്ട്. അവർ പറഞ്ഞോളൂ. അപ്പം ഇവർക്കും ഉണ്ടാതിരിക്കാം. നമ്മുടെ നാട്ടിലെ ബിജുമോൻ അറിയാൻ നിൽക്കാറില്ല, നമ്മുടെ നാട്ടിലെ മതേതരത്വത്തിന്റെ കാര്യം വലിയ തമാശ. എന്താണ്? അവനവൻ ജനിച്ചു വളർന്ന സമുദായത്തിന്റെ വർഗീയതയെ പിന്തുണച്ചാലാണ് വർഗീയവാദിയാവുക. അന്യ സമുദായത്തിന്റെ വർഗീയവാദത്തെ പിന്തുണച്ചാൽ നിങ്ങൾ എന്താവും? നിങ്ങൾ സെക്കുലർ ആവും, അവരും സെക്കുലർ ആവും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോ ജമായത്തെ ഇസ്ലാമിയുടെ വർഗീയവാദത്തെ KP രാമനുണ്ണി പിന്തുണയ്ക്കുന്നു. അപ്പൊ KP രാമനുണ്ണി സെക്കുലറായി, ജമാഅത്ത് ഇസ്ലാമി സെക്കുലറായി. കേട്ടോ, SDPIയുടെ മത തീവ്രവാദത്തെ ഗ്രോവാസ് പിന്തുണയ്ക്കുന്നു. അപ്പൊ എന്തായി? ഗ്രോവാസ് സെക്കുലറായി, മുസ്ലിം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു. അപ്പൊ സെക്കുലർ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ തിരിയില്ല. നിങ്ങൾ ജനിച്ചു വളർന്നതോ അന്യം ആയതോ ആയ ഏത് സമുദായത്തിന്റെ വർഗീയവാദത്തെയും തീവ്രവാദത്തെയും നിങ്ങൾ എതിർക്കുന്നുണ്ടോ, നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് വർഗീയവാദത്തെ പിന്തുണച്ചല്ല, വർഗീയവാദത്തെ പിന്തുണയ്ക്കുന്നത് മനുഷ്യത്വ വിരുദ്ധ ഒരു കാര്യമാണ്. ഇവർക്കൊക്കെ ഇതിന്റെ സൗജന്യങ്ങളും സമ്മാനങ്ങളും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 3 പേര് പറഞ്ഞുള്ളൂ, അങ്ങനെ അനവധി ആളുകളുണ്ട്. ആൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയുന്നത്. അല്ല, അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് അവരോട് വിരോധമായിട്ട് പറഞ്ഞല്ല. എന്താണ് ഇത്? കാര്യം മനസ്സിലാവണല്ലോ. അതായത് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരാള് മുസ്ലിം തീവ്രവാദത്തെ പിന്തുണയ്ക്കുക. അപ്പൊ എന്തായി? ഈ പിന്തുണച്ച ആളും പിന്തുണയ്ക്കപ്പെട്ട ആളും സെക്കുലറായി. ഇപ്പോ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയാ, അതിന്റെ സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ ചില ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ അവരൊക്കെ ഭയങ്കര സെക്കുലറാ. എന്താ കാരണം? അവർ ജനിച്ചു വളർന്ന സമുദായത്തിന്റെ വർഗീയത അല്ല പിന്തുണയ്ക്കുന്നത്, വേറെ വർഗീയതയാണ്. എന്ത് വിചിത്രമായിട്ട് ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്ന ആലോചിച്ച് നോക്കൂ. ഞാനൊരു വ്യക്തിവിരോധം കൊണ്ട് പറഞ്ഞല്ല, അവരാരും എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടല്ല ഈ പറയുന്നത്, ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്.